നമ്മൾ പലപ്പോഴും ഈ സ്ഥലത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഏറ്റവും ചിലവ് പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ നിന്ന് 1000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ വാട്ടർഫോൾ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും. ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗോവയിലാണ്, കർണാടക ഗോവ ബോർഡറിലാണ് ഈ വാട്ടർഫോൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് അങ്ങനെ ചെല്ലാൻ പറ്റുന്നുള്ളതിൻ്റെ ചെറിയൊരു ഡീറ്റെയിൽ നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ഗോവയിലെത്തണം. ഗോവ മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ, ഗോവയിൽ മെയിൻ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് മഡ്ഗോണാണ്. 6 മണിക്ക് നമ്മൾ മഡ്ഗോണിൽ എത്താനായിട്ട് ശ്രമിച്ച് ഇവിടെ നമുക്കൊരു 450 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ഗോവയിലേക്ക് കേരളത്തിൽ നിന്ന്. സോ അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ഗോവയിലെത്തുന്നു, മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ. മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ 7 മണിക്ക് നമുക്കൊരു ട്രെയിൻ ഉണ്ട്. അമരാവതി എക്സ്പ്രസ് എന്ന് പറഞ്ഞ ട്രെയിനാണ് 7 മണിക്കുള്ള. ആ ട്രെയിൻ നമ്മൾ ഒന്നെങ്കിൽ കുളം അല്ലെങ്കിൽ കരോൺസോൾ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. 2 റെയിൽവേ സ്റ്റേഷനാണ് മെയിൻ ആയിട്ടുള്ള സ്റ്റോപ്പ് വരുന്നത്. ഈ കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത്, അതായത് ട്രെയിൻ പാളത്തിലൂടെ കാട്ടിക്കട്ട് ട്രെക്ക് ചെയ്ത് വേണം നമ്മൾ ഈ വാട്ടർഫോൾസിലേക്ക് പോകാൻ. മറ്റേ സ്ഥലത്ത് ഇറങ്ങുവാണെങ്കിൽ ഏകദേശം ഒരു 15-16 കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ വാട്ടർഫോൾസിലേക്ക് എത്താൻ. ഇതിന് വേറൊരു ട്രിപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഈ ട്രെയിൻ എന്തിനാണ് നമ്മൾ ചൂസ് ചെയ്തെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് വാട്ടർഫോൾസിനെ കുറിച്ച് ചെറുതായിട്ടൊരു എക്സ്പ്ലനേഷൻ തരാം. ഒരു പശ്ചിമഘട്ട മലനിരകളുടെ പ്രദേശമാണ് ഈ ദൂദ്സാഗർ വാട്ടർഫോൾസ് ഒക്കെ വരുന്നത് കേട്ടോ. ഗോവയിൽ നിന്ന് വെസ്റ്റ് ബംഗാൾ പോകുന്ന ട്രെയിൻ ഇതുവഴി പോകാറുണ്ട്. അതേപോലെ തന്നെ നല്ലൊരു ഹിൽ ഏരിയയാണ്. വാട്ടർഫോൾസിന്റെ ഒരു സൈഡിലേക്ക് നല്ലൊരു കയറ്റമുണ്ട്. ഗോവ സംസ്ഥാനത്തിലെ ഒരു വെള്ളച്ചാട്ടമാണ് ദൂദ്സാഗർ വാട്ടർഫോൾ. 1017 അടി ഉയരമാണ് ഉള്ളത്. ഗോവയുടെ തലസ്ഥാനമായ പനാജിയിൽ നിന്നും 60 കിലോമീറ്റർ ദൂരെയാണ് ദൂദ്സാഗർ സ്ഥിതി ചെയ്യുന്നത്. പാൽക്കടൽ എന്നാണ് ദൂദ്സാഗർ വാക്കിന്റെ അർത്ഥം. മഴക്കാലങ്ങളിൽ ചില സമയങ്ങളിൽ സന്ദർശകരുടെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് ചിക്കുള്ള പ്രവേശനം ക്ലോസ് ചെയ്യാറുണ്ട്. എന്നാൽ ഒരു ഒക്ടോബറോടൊക്കെ കൂടി എല്ലാ നിബന്ധനകളും മാറ്റി പൊതുജനങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാറുമുണ്ട്. ഉയരത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ 5ാമത്തതും ലോകത്തിലെ 227ാമത്തെ വാട്ടർഫോൾസും കൂടിയാണ്. ഇതിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് വേലിയും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട്. അവിടെ 2 വാട്ടർഫോൾ ആണുള്ളത്. ഒന്ന് ദൂദ്സാഗർ വാട്ടർഫോളും അതേപോലെ തന്നെ പൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലം കൂടെ ഉണ്ട്. അത് പറഞ്ഞൊരു 15 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് പോകണം പോകാൻ. ആ പോകുന്ന വഴിക്ക് നല്ല രീതിയിലുള്ള വാട്ടർഫോൾസും അതേപോലെ തന്നെ ഫോറസ്റ്റിന്റെ ഇടയ്ക്കടെയുള്ള വഴികളും അതൊക്കെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നൊരു വാട്ടർഫോളാണിത്. കുളം തൊട്ട് കറൺസോൾ വരെയുള്ള ട്രെയിൻ പാതയിൽ 16 തുരങ്കങ്ങളാണ് വരുന്നത്. ഇത്രയും വെള്ളം ഒഴുകി വരുന്ന കാണുമ്പോൾ ഒരു സംശയം ഉണ്ടാകും, അവിടെ ഉണ്ടാകും ഈ വെള്ളം മൊത്തം അങ്ങോട്ടാണ് ഒഴുകി പോകുന്നത് എന്നുള്ളത്. ഈ വെള്ളം ഒഴുകി പോകുന്നത് അറബിക്കടലിലേക്കാണ്. നമ്മൾ മഡ്ഗോണിൽ നിന്ന് ചൂസ് ചെയ്ത ട്രെയിൻ എന്ന് പറയുന്നത് അമരാവതി എക്സ്പ്രസ് ആണ്. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൂടാണ്ട് തന്നെ ഇതിന്റെ സെൻട്രലായിട്ട് നമുക്ക് ദൂദ്സാഗറിൽ ഒരു റെയിൽവേ സ്റ്റേഷനോടെ ഉണ്ട്. പക്ഷെ ഒഫീഷ്യലി ഒരു ട്രെയിനും ദൂദ്സാഗറിൽ നിർത്തുന്നതല്ല. പക്ഷേ എല്ലാ ട്രെയിനുകളും അവിടെ സ്ലോ ഡൗൺ ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ദൂദ്സാഗറിൽ നിന്ന് ഇറങ്ങുവാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ ട്രെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാട്ടർഫോൾസിന്റെ അടുത്തെത്താം. പക്ഷേ വല്ലാത്തൊരു വേറൊരു രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഈ 16 കിലോമീറ്റർ നടന്നു വരുന്നത്. ഒരുപാട് നടക്കാനൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു വഴി ഓപ്ഷണലാണ്. ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഒഫീഷ്യലി അവിടെ ഒരു ട്രെയിനും സ്റ്റോപ്പില്ല. ഇത് കൂടാണ്ട് തന്നെ നിങ്ങൾ കുളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അവിടുത്തെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസർവ് ഫോറസ്റ്റിന്റെ ഒരു എൻട്രി പെർമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫോറസ്റ്റ് വഴി ഇതിൻ്റെ അകത്തേക്ക് പോകാൻ പറ്റും. ഗൈഡിനെ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അവർ അതിൻ്റെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടാവും. ഗൈഡിന് ഇല്ലാണ്ട് വിടൂല. ഗൈഡിന് എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. 300 to 1000 രൂപയാണ് ബാർഗൈനിങ് റേറ്റ് ആണ്. എത്ര വേണോ നിങ്ങൾക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഗൈഡ് ഇല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ട്രെയിൻ പാതയിലൂടെ നേരെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടർഫോൾസിൽ എത്താനായിട്ട് പറ്റും. നൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുപ്പിന് ട്രെക്കിംഗ് കഴിഞ്ഞ് നിങ്ങൾ നൈറ്റ് തിരിച്ച് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെറും 1000 രൂപ കൊണ്ട് കേരളത്തിൽ നിന്ന് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു വാട്ടർഫോൾസ് ആണിത്. ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോവ പോകുമ്പോൾ കറക്റ്റായിട്ട് ഈ സ്ഥലവും കാണാം. നിങ്ങളിപ്പോൾ ഈ സ്ഥലം കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോവയും കാണാൻ പറ്റും. ഗോവയിലേക്ക് പോകുന്ന എല്ലാവരും ഈ സ്ഥലങ്ങളിലേക്ക് പോകണമെന്നൊന്നുമില്ല. കാരണം മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നല്ലൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ മിസ് ചെയ്യാണ്ട് വേണം ഗോവയിൽ നിന്ന് തിരിച്ച് വരാനായിട്ട്.